സുഖപ്രസവമായിരുന്നെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. അത് നോർമൽ ഡെലിവറി ആയാലും ശരി, സിസേറിനായാലും ശരി, ഓരോ സ്ത്രീക്കും ഓരോ ഡെലിവറിയും ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒരു പോസ്റ്റ് ഡെലിവറി കെയർ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അമ്മമാർക്കുള്ള ശാരീരികമായിട്ടുള്ള വിശ്രമം മാത്രമല്ല. നമ്മൾ ഇൻഫാക്ട് ഇവിടെ ട്രഡീഷണലി നാട്ടിലെപ്പോഴും കണ്ടുവരുന്നത് പോസ്റ്റ് ഡെലിവറി കെയർ എന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണം കഴിപ്പിക്കുക, അനങ്ങാൻ പാടില്ല എന്ന് പറയാം. ശരിക്കും അതിനുപരി ഒരു വെൽനസ് സപ്പോർട്ട് ഉണ്ട്. അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള റീജുവനേഷൻ, റിക്കവറി, ഇതൊക്കെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അമ്മമാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട കെയർ ആണ്. അതും കൂടി കിട്ടുമ്പോഴാണ് ഒരു പോസ്റ്റ് ഡെലിവറി കെയർ കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ ഡെലിവറിക്ക് ശേഷം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പല ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം. അത് കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാം, ആങ്സൈറ്റി ഉണ്ടാവാം, ഓർക്കക്കുറവ് ഉണ്ടാവാം. ഇതൊക്കെ സാധാരണ നമ്മൾ വീടുകളിൽ പറയുന്ന സമയത്ത് ഇത് എല്ലാവർക്കും ഉണ്ടാവാറുള്ള അല്ലേ, നോർമൽ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഓരോ അമ്മമാർക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഡെലിവറി കെയർ ആണ് ആവശ്യമായിട്ടുള്ളത്.